നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ട നിർണയ നറുക്കെടുപ്പ് ഇന്നാണ്. ഇത്തവണ മുതൽ UCLൻ്റെ ഫോർമാറ്റിന് വലിയ വ്യത്യാസമുണ്ട്. നമ്മളത് ഗ്രാഫിക്സൊക്കെ വെച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങൾ അവസാനമാവുന്നതോടെ ആരൊക്കെയാണ് ഏതൊക്കെ പോർട്ടിൽ വരുന്നു എന്നത് വ്യക്തമായി. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 മൊണാക്കോയിൽ വെച്ചിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പ് നടക്കുന്നത്. ആ നറുക്കെടുപ്പിൻ്റെ സെറിമണിയിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സ്പെഷ്യൽ അവാർഡ് യുവേഫ നൽകുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പോർട്ടിലാണ് വന്നിരിക്കുന്നത് നോക്കാം. 4 പോർട്ടുകളിലായിട്ട് 36 ടീമുകളെ തിരിച്ചിട്ടുണ്ട്. അപ്പം പോർട്ട് 1-ലുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി, ബയൺ മ്യൂണിക്ക്, റയൽ മാഡ്രിഡ്, PSG, ലിവർപൂൾ, ഇന്റർ മിലാൻ, ബൊറൂസിയ ഡോട്ട്മുണ്ട്, RB ലീപ്സിഗ്, FC ബാഴ്സലോണ ടീമുകളാണ്. പോർട്ട് 2-ൽ ബയർ ലെവർക്യൂസൻ, അത്ലറ്റിക്കോ മാഡ്രിഡ്, അറ്റലാന്റ, യുവൻറ്റസ്, ബെൻഫിക്ക, ആഴ്സണൽ, ക്ലബ് ബ്രൂഗെ, ഷാക്താർ ഡൊണറ്റ്സ്, AC മിലാൻ എന്നീ ടീമുകളുണ്ട്. പോർട്ട് 3-ൽ ഫെനൂർദ്, സ്പോർട്ടിംഗ് CP, PSV, ഡൈനാമോ സെഗ്രബ്, സാൽസ്ബർഗ്, ലില്ലി, ക്രോനാസ്വേസ്റ്റ് അതായത് റെഡ് സ്റ്റാർ ബെൽഗ്രേഡ്, ദെൻ യങ് ബോയ്സ്, സെൽറ്റിക് ഈ ടീമുകളാണുള്ളത്. പോർട്ട് 4-ലാവട്ടെ സ്ലോവൻ ബ്രാസ്റ്റിലാവ, AS മൊണാക്കോ, സ്പാർട്ട പ്രാഹ, ആസ്റ്റൺ വില്ല, ബൊലോഞ്ഞ, ജിറോണ, സ്റ്റുട്ട്ഗർട്ട്, സ്റ്റേംസ് ഗ്രാസ്, സ്റ്റേഡ് ബ്രസ്റ്റ് ഈ ടീമുകളാണ് പോർട്ട് 4-ലുള്ളത്. ഏതായാലും ഈ ടീമുകളെ വെച്ചുകൊണ്ട് ഇന്ന് നറുക്കെടുപ്പ് നടക്കുന്നു. അപ്പോൾ പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റ് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്. എങ്കിലും വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയാൽ 36 ടീമുകളുള്ള ഒറ്റ ലീഗാണ്. അതിൽ നിന്ന് ഓരോ ടീമിനും 8 ടീമുകളോട് ലീഗ് ഘട്ടത്തിൽ കളിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ 8 സ്ഥാനങ്ങളിൽ വരുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടും. അതായത് ലീഗ് ഘട്ടം കഴിഞ്ഞ് ആദ്യത്തെ 8 സ്ഥാനങ്ങൾ വരുന്നവർ നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് വരും. ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള സ്ഥാനം വരുന്ന ടീമുകൾ നോക്കുമ്പോൾ 16 ടീമുകൾ, 9 മുതൽ 24 വരെ സ്ഥാനങ്ങളിലുള്ള 16 ടീമുകൾ പരസ്പരം ഒരു നോക്കൗട്ട് ഫേസിൽ ഏറ്റുമുട്ടും. അതിൽ വിജയിക്കുന്നവർ, പിന്നെ 8 ടീമുകളാണല്ലോ ഉണ്ടാവുക, അവർ ആദ്യമേ ക്വാളിഫൈ ചെയ്ത 8 ടീമുകളോട് ഏറ്റുമുട്ടും റൗണ്ട് ഓഫ് 16ൽ. അപ്പോൾ ജനുവരിയോടുകൂടി 25ാം സ്ഥാനം മുതൽ 36ാം സ്ഥാനം വരെ ഫിനിഷ് ചെയ്ത ടീമുകൾ എലിമിനേറ്റഡ് ആവുകയും ബാക്കി വരുന്ന ടീമുകൾ തമ്മിൽ നോക്കൗട്ട് രൂപത്തിലേക്കുള്ള കളിയായിട്ട് മാറുകയും ചെയ്യും എന്നർത്ഥം. മാർച്ച് മുതലാണ് റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ വരിക. പിന്നെ സാധാരണ നമ്മൾ കാണാറുള്ള പോലെ തന്നെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഫൈനലും ഒക്കെ ആയിട്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വിശദമായിട്ട് ഗ്രാഫിക്സ് ഒക്കെ വെച്ച് സ്ക്രീനിൽ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. ഇനി ഈ നറുക്കെടുപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ നമ്മൾ 4 പോർട്ടുകളിലായിട്ടാണ് ഈ ടീമുകളെന്ന് പറഞ്ഞു. ഓരോ ടീമും 8 ടീമുകളോടാണ് ഏറ്റുമുട്ടേണ്ടത് എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു ടീമിൻ്റെ 8 എതിരാളികൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടറായിരിക്കും, കമ്പ്യൂട്ടർ വൈസ് ആയിരിക്കും, കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ചിട്ടാണ്. അതേസമയം ഏത് ടീമിൻ്റേതാണ് ഡ്രോ നടക്കുക എന്നുള്ളത് മാനുവലി ഒരു എക്സ്പ്ലെയർ എടുത്തു വെക്കും. ആ ടീമിൻ്റെ എതിരാളികൾ ആരൊക്കെയാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഡ്രോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 റൂളുകളുണ്ട്. ഒന്ന്, ഒരേ അസോസിയേഷനിൽ നിന്നുള്ള ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലാവില്ല ഡ്രോ വരിക എന്നുള്ളതാണ്. നോ ക്ലബ് ക്യാൻ പ്ലേ അനദർ ടീം ഫ്രം ദെയർ ഓൺ ലീഗ്. അപ്പോൾ ആഴ്സണലിൻ്റെ കാര്യം വരികയാണെങ്കിൽ അവർക്ക് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മറ്റൊരു ടീമുമായിട്ട് ഏറ്റുമുട്ടില്ല ലീഗ് ഘട്ടത്തിൽ എന്നർത്ഥം. അതുപോലെ തന്നെ എ ക്ലബ് ക്യാൻ പ്ലേ നോ മോർ ദാൻ 2 ടീംസ് ഫ്രം 1 കൺട്രി. അതായത് ഇപ്പോൾ ആഴ്സണലിൻ്റെ കാര്യം വരിക, അവർ ബയൺ മ്യൂണിക്കുമായിട്ടും ബൊറൂസിയ ഡോട്ട്മുണ്ടുമായിട്ടും അവർക്ക് മത്സരം വന്നാൽ പിന്നെ VfB സ്റ്റുട്ട്ഗർട്ടുമായിട്ട് മത്സരം വരില്ല. ആ രൂപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പോൾ ഈ തരത്തിലാണ് കാര്യങ്ങൾ സംവിധാനിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി 9:30 അതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.